ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഇന്നൊരു 40 സൈസ് കുർത്തിയുടെ ബോഡി മെഷർമെൻ്റാണ് വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണുക. ചെസ്റ്റ് 40, വേസ്റ്റ് 38, ഹിപ്പ് 41, ഷോൾഡർ 13. അതെങ്ങനെയാണെന്ന് ഞാൻ കറക്റ്റ് പറഞ്ഞു തരാം. ടോപ്പ് ലെങ്ത് 44 to 46, നെക്ക് വിഡ്ത്ത് ഒൺ സൈഡ് 3, ഫുള്ള് 6 നെക്ക് ലെങ്ത് 6, ആം ഹോള് 6.25. നെക്ക് വിട്ട് നമ്മൾ 3 ആണ് ചെയ്തിട്ടുള്ളത്. നെക്ക് വിട്ട് നമ്മൾ 3 എടുക്കുമ്പോൾ നമ്മുടെ ഷോൾഡർ കഴുത്തിങ്ങനെ ഇറങ്ങിപ്പോവില്ല. ഇത് കറക്റ്റ് ഫിറ്റിംഗ് ആയിട്ട് നിൽക്കും. പിന്നെ നെക്ക് ഇപ്പോൾ കുറച്ച് വൈഡൊക്കെ വേണമെന്നുള്ളവർക്ക് ഒരു 3.5 എടുക്കാം. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് 3.5 എടുക്കുമ്പോൾ നമ്മൾ നെക്കിൻ്റെ ആ ഒരു ലെങ്തിന്ന് ഒരു കുറച്ചുകൂടി ഒന്ന് കുറയ്ക്കണം. അതായത് 3.5 എടുക്കുമ്പോൾ നമുക്കൊരു 5-10 മതിയാവും. ഇതിപ്പോൾ 3 എടുത്തപ്പോൾ ഇവിടെ നെക്ക് ലെങ്ത് 6 ഇതിലിപ്പോൾ നമ്മൾ നെക്കിൻ്റെ ലെങ്ത് ഒരു 6 എടുത്തിട്ടുള്ളത്. കുറച്ച് ഹൈറ്റ് കുറഞ്ഞവർക്ക് നമുക്ക് 5.5 എടുത്താൽ മതിയാവും. നെക്കിൻ്റെ അകലം കൂട്ടുമ്പോൾ ഇറക്കമൊന്ന് ശകലം കുറച്ച് കൊടുക്കണം. അതുപോലെ ഷോൾഡർ 3 എടുത്തിട്ടുള്ളത്. ഇപ്പോൾ ഇതിൻ്റെ ടോട്ടൽ ഷോൾഡർ ലെങ്ത് 13. അതായത് ഒരു സൈഡ് 6.5 വരുന്നുണ്ട്. 6.5 അപ്പുറത്തെ സൈഡ് 6.5, അപ്പോഴാണ് 13. ഈ 1/2 ഇഞ്ച് തയ്യൽ തുമ്പാണ്. നമുക്ക് ഷോൾഡർ കറക്റ്റ് 3 കറക്റ്റാണ്. ഒരു 4 എടുത്താൽ നമ്മുടെ ഈ ഷോൾഡറിൻ്റെ ഒരു ജോയിൻ്റ് ഉണ്ടല്ലോ, സ്ലീവ് അറ്റാച്ച് ചെയ്യുന്ന ജോയിൻ്റ്, അവിടെ നിന്നും നമുക്ക് ഇറങ്ങി നിൽക്കും. ഇതാകുമ്പോൾ കറക്റ്റ് ഫിറ്റായിട്ടിരിക്കും. പിന്നെ നമ്മുടെ ഒരു ആം ഹോൾ കട്ട് ചെയ്യേണ്ട ആ ഒരു ലെങ്ത്, ആം ഹോൾ ലെങ്ത് നമ്മുടെ തയ്യൽ തുമ്പ് കൂടാതെ അതിൻ്റെ മുകളിൽ നിന്ന് താഴെ വരെ ഒരു 6.25 ഞാൻ എടുത്തിട്ടുള്ളത്. ഞാൻ ചെയ്യുന്ന ഒരു 40 ഒരു ബോഡി മെഷർമെൻ്റൊക്കെ ഇതുപോലെയാണ്. അത് കറക്റ്റ് ശരിയാവാറുമുണ്ട്. തയ്യൽ തുമ്പ് കൂടി നമ്മൾ എടുക്കുമ്പോൾ മുകളിൽ നിന്ന് താഴെ വരെ ഒരു 7-10 എടുക്കണം. 7-10 എടുക്കണം. എന്നാലേ തയ്യൽ തുമ്പും പോയിട്ട് നമുക്ക് കറക്റ്റ് 6.75 കിട്ടും. പിന്നെ ബോഡി എടുക്കുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ, 4-1 നമ്മളെപ്പോഴും തുണി കട്ട് ചെയ്യുമ്പോൾ എടുക്കാറ്. ചെസ്റ്റ് 40 ആകുമ്പോൾ 10, വേസ്റ്റ് 38 ആകുമ്പോൾ 9.5, ഹിപ്പ് 20.5 അതായത് 41. പിന്നെ കുറച്ച് ഹിപ്പൊക്കെ കൂടുതലുള്ളവർക്ക് നമ്മളിതൊരു 42 എടുത്ത് കൊടുക്കും. അതുപോലെ തന്നെ വേസ്റ്റ് കുറച്ച് വയറൊക്കെ ഉള്ളവർക്ക് നമ്മളിതൊരു 39 വരെ എടുത്ത് കൊടുക്കാം. അല്ലെങ്കിൽ അവർക്ക് കുറച്ചൊന്ന് ടൈറ്റായിട്ട് നിൽക്കും. ഇതാണ് എൻ്റെ ഈ ഒരു ബോഡി മെഷർമെൻറ്റ്, എൻ്റെ ഒരു കാൽക്കുലേഷൻ ഇതാണ്. പിന്നെ നമ്മൾ ആം ഹോൾ കുഴിച്ച് വെട്ടുമ്പോൾ ഞാൻ ഈ ആം ഹോൾ കർവ് ഉപയോഗിച്ചാണ് ആം ഹോൾ എപ്പോഴും കട്ട് ചെയ്യുന്നത്. അതിനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഇങ്ങനെയാണ്. നമ്മൾ ആം ഹോൾ കർവ് വെക്കുമ്പോൾ മേളിലത്തെ ആ ഒരു ജോയിൻ്റ്, അതായത് ഷോൾഡറിൻ്റെ ആ ഒരു മാർക്ക് ചെയ്യേണ്ട ആ ഒരു ജോയിൻറ്റിലും, നമ്മൾ തയ്യൽ തുമ്പല്ലാത്ത ആ ഒരു ജോയിൻറ്റിലും, പിന്നെ താഴത്തെ ആയിട്ട് നമ്മൾ ഈ 40 എടുത്തിട്ട് 10 എടുക്കുമല്ലോ 4-1, ആ വരുന്ന ഒരു പോയിന്റിലും ഇങ്ങനെ വെച്ചിട്ട് വേണം ആം ഹോള് ഒന്ന് മാർക്ക് ചെയ്തെടുക്കാൻ. അതിനുശേഷം അത് താഴേക്ക് കുറച്ചൊന്ന് താഴേക്ക്, ഇതിപ്പോൾ ഇവിടെ നിങ്ങൾക്ക് അളവ് വേണമെങ്കിൽ 1.25 നമ്മൾ ആ കുഴിച്ച് വെട്ടിയതിൻ്റെ ഭാഗം പോയിട്ട് 1.5 എടുത്തിട്ടുള്ളത്. അതിനുശേഷം ആം ഹോള് കർവ് ഒന്ന് ചെറുതായിട്ടൊന്ന് താഴ്ത്തി വെച്ചതിന് ശേഷം നമ്മൾ ഈ മേളിൽ ഷോൾഡറിൻ്റെ അവിടെ കുറച്ചൊന്ന് ഒരു 1/4 ഇഞ്ചൊന്ന് ഇവിടെ ചരിച്ച് വെച്ച് കൊടുക്കും. അതിനുശേഷമാണ് നമ്മൾ ചെറുതായിട്ടൊന്ന് കുഴിച്ച് വെട്ടില്ലേ, അത് ഇതുപോലെ ആം ഹോൾ കർവ് വെച്ചതിന് ശേഷം ഇതേപോലെ വെച്ചതിന് ശേഷമാണ് ആ ചെറുതായിട്ട് കുഴിച്ച് വെട്ടേണ്ടത് ഒന്ന് മാർക്ക് ചെയ്യുന്നത്. ഞാൻ ഇതുപോലെയാണ് ആം ഹോൾ കട്ട് ചെയ്തെടുക്കാറ്. പിന്നെ നമ്മളെ കുർത്തിക്കൊക്കെ നല്ല ഷേപ്പ് കിട്ടാനായിട്ട് ബാക്കിൽ ഡോട്ട് ഇട്ട് കൊടുത്തിട്ട് സിബ് വെച്ചാൽ മതിയാവും. നമ്മുടെ കുർത്തിക്ക് നല്ലതായിട്ട് ഷേപ്പ് കിട്ടും. അപ്പോൾ എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു ഫ്രണ്ട്സ്.